ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് ആൻഡ് മൈ ഫ്ലോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ട്രഡീഷണൽ റെസിപ്പിയായ പഴംനുറുക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. പഴംനുറുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത്തപ്പഴം ശർക്കരയിട്ട് വിളയിച്ചെടുക്കുന്നതിനാണ്. ഇത് പണ്ട് സമയങ്ങളിലൊക്കെ ഓണം, വിഷു ഇതുപോലുള്ള സദ്യകൾ വിളമ്പിയിരുന്ന ഡിഷാണ്. ഇപ്പം ഇങ്ങനെ അധികം ആരും അങ്ങനെ സദ്യകളൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഏത്തപ്പഴത്തിന് നല്ല വിലക്കുറവാണ്, 25 രൂപയുള്ളൊരു കിലോന്. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയങ്ങളിൽ ഇടയ്ക്ക് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പഴംനുറുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പഴംനുറുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള 4 പഴമാണ്. ഇത് 1 കിലോ പഴം ഉണ്ടാകും. പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ മൂത്ത് പഴുത്ത പഴം എടുക്കണം. എന്നാൽ കൂടുതൽ പഴുത്തുടഞ്ഞു പോയ പഴം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാൻ എടുത്തിരിക്കുന്നത് ഈ സൈസിലൊരു ചെറിയ കട്ടയാണ്. ഇതൊരു 200 ഗ്രാം ശർക്കര ഉണ്ടാകും. നമുക്കിത് ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ടൊരു സോസ് പാനിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് ഉരുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉരുക്കി കിട്ടും. ഞാനിത് ചെറിയ കട്ട് ചെയ്തുകൊണ്ട് പൊട്ടിക്കാതെ തന്നെയാണ് ഉരുക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. പഴം നല്ലതുപോലെ വേവിച്ചെടുത്തതിന് ശേഷമാണ് ശർക്കര ഇട്ട് നമ്മൾ വരട്ടിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പഴം തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാനോ അല്ലെങ്കിൽ ഒരു ഉരുളിയാണെങ്കിൽ ഉരുളിയിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം. തൊലി കളഞ്ഞെടുത്ത പഴം നമുക്ക് ഇതുപോലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ മുറിച്ചെടുത്ത് ഉണ്ടാക്കാം. പക്ഷേ ചെറിയ കഷ്ണമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പഴം വെന്തൊക്കെ ഉടഞ്ഞു പോകും. പിന്നെ ഇതാകുമ്പോഴത്തേക്ക് കാണാനൊരു ഭംഗി ഉണ്ടാകും. പഴമെല്ലാം ഈ കാണുന്ന പോലെ ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോകരുത്. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വറ്റി വരാൻ കുറേ സമയം എടുക്കുകയും അപ്പോൾ ചിലപ്പോൾ പഴമൊക്കെ വെന്ത് ഉടഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. ഇനി പഴം സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ പഴം ഇപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. പഴം വെന്ത് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും. എന്നാൽ മാത്രമേ പഴത്തിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇനി പാൻ മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ പഴത്തിൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ശർക്കര നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. 2 മിനിറ്റ് കൂടി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിക്കണം. അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പഴം ഇടയ്ക്കൊക്കെ ഒന്ന് മൂടി മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വീണ്ടും മൂടി വെച്ചും കുക്ക് ചെയ്യാം. ഇപ്പോൾ പഴം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പഴത്തിൻ്റെ വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്. പഴമെല്ലാം വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ശർക്കര ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചിലപ്പം ശർക്കരയിൽ അഴുക്കും കല്ലും എല്ലാം കാണും. ശർക്കര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. ശർക്കര നീരെല്ലാം ഒന്ന് വറ്റി പഴത്തിലെല്ലാം ഒന്ന് പിടിച്ചു വരണം. ആ സമയം വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. പഴം വരട്ടിയത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പഴം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ശർക്കര നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ശർക്കര നീരെല്ലാം വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് കുറുകി വറ്റിയെല്ലാം വന്നിട്ടുണ്ട്. കൂടുതൽ ഡ്രൈ ആയി പോകരുത്. ഈ പാകത്തിൽ വേണം ഇരിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനാണ്, ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഏലക്കപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്തതിന് ശേഷം ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പഴംനുറുക്ക് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം പാൻ കുറച്ച് സമയം മൂടി മാറ്റി വെക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായ പഴംനുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്